സന്ധ്യാവേളയിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോടും അഭിഷേകത്തിനോടും ഒപ്പമായിരിക്കാൻ സ്വർഗമൊരുക്കിയ വലിയ കൃപയ്ക്ക് ഞാൻ രക്ഷകന്റെ പാദത്തിങ്കൽ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നത് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളിൽ ഒന്നാണ്. ദൈവം എനിക്ക് നൽകിയ ഏറ്റവും നല്ല ഒരു പ്രിവിലേജായി ഞാൻ കരുതുന്നു. ദൈവ സഭയോടും അഭിഷേകത്തിനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇന്ന് രാത്രികാലം നമുക്ക് നൽകിയ കൂട്ടായ്മയ്ക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം ഒരു ദർശനത്തോടു കൂടെയാണ് ആരംഭിക്കുന്നത്. ആ ദർശനത്തിന്റെ ഒന്നാമതായി സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണുകയാണ്. ആ ദർശനം 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണുകയാണ്. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവൾ ചന്ദ്രനിൽ നിൽക്കുന്നു. 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ഒരു കിരീടത്തെ അവൾ വെച്ചിരിക്കുന്നു. അങ്ങനെ ആ സ്ത്രീ പെട്ടെന്ന് ഗർഭിണിയാകുന്നു, വേദനപ്പെടുന്നു. വേദനയാൽ അവൾ നിലവിളിക്കുകയാണ്. അപ്പോൾ ദർശനം അടുത്ത സീനിലേക്ക് മാറുകയാണ്. അടുത്ത ദർശനത്തിലേക്ക് വരുമ്പോൾ 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമുള്ളതായ തീനിറമുള്ള ഒരു മഹാസർപ്പം. ആ മഹാസർപ്പം തൻ്റെ വാലുകൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ച് കൂട്ടിയെടുത്തിട്ട് ഭൂമിയിലേക്ക് എറിഞ്ഞു കളയുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം. ഇനിയും അടുത്ത ഒരു സർപ്പം. ഈ ബൈബിളിൽ മഹാ എന്ന് എഴുതിയിരിക്കുന്നത് മുഴുവനും ദൈവത്തോട് ചേർത്താണ്. മഹാദൈവം. രണ്ടാമതായി മഹാനഗരം എന്ന് യെരൂശലേമിനെ കുറിച്ച് പറയുന്നു. മൂന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് മഹാസർപ്പം എന്ന് പറയുന്നതാണ്. സാധാരണമായി സാത്താന്യ ശക്തികൾക്ക് മഹാസർപ്പം എന്ന് ചേർത്ത് പറയാറില്ല. എന്നാൽ അന്ത്യകാലത്ത് സാത്താൻ മുഴുവനത്തോടെ എതിർക്കുന്നതിന്റെ അടയാളമായി ഇവിടെ മഹാസർപ്പം എന്ന് പറയുകയാണ്. മഹാസർപ്പം ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്നു. അടുത്തതായി മൂന്നാമത് ഈ 2 അടയാളങ്ങളും കൂടെ ചേർത്ത് മൂന്നാമതൊരു ദർശനം വരികയാണ്. മൂന്നാമത്തെ ദർശനത്തിൽ ആദ്യം കണ്ട സൂര്യനെ അണിഞ്ഞ സ്ത്രീയും രണ്ടാമത് കണ്ട നക്ഷത്രങ്ങളെ വലിച്ചുകൂട്ടി എറിയുന്ന തീനിറമുള്ള 7 തലയും 10 കൊമ്പും 10 രാജമുടികളും ഉള്ളതായിട്ടുള്ള ആ സർപ്പവും തമ്മിൽ മെർജ് ചെയ്യുകയാണ്. ആ ഗർഭിണിയായ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ തിന്നുകളവാൻ തക്കവണ്ണം സർപ്പം വായ് പിളർന്ന് അവളുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നാൽ സർപ്പം എതിർത്ത് നിൽക്കുമ്പോൾ തന്നെ സ്ത്രീ ആൺകുട്ടിയെ പ്രസവിച്ചു. സർപ്പം മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ സ്ത്രീ ആൺകുട്ടിയെ പ്രസവിച്ചു. ഇന്ന് രാത്രി ഞാൻ അതിൽ നിന്ന് ഒരു ദൂത് പറഞ്ഞ് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കട്ടെ. തകർത്ത് കളയുമെന്ന് ശത്രു വാദിച്ചു കൊണ്ടിരിക്കുന്ന ഇടത്തു തന്നെ ആമേൻ, ശത്രു മുമ്പിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് പിന്നാകട്ടെ, നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ നിങ്ങൾ ലാഗ് ആകത്തില്ല. മഹാസർപ്പം മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ സ്ത്രീ പ്രസവിച്ചു. നിനക്കെതിരെ വെല്ലുവിളി നിൽക്കുമ്പോൾ തന്നെ നിന്നെ കൊണ്ട് ദൈവം ചില കാര്യങ്ങൾ ചെയ്യിക്കും. നിനക്കെതിരെ ശത്രു പ്രബലപ്പെട്ടു നിൽക്കുമ്പോൾ തന്നെ ദൈവം നിന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കും. ആമേൻ. പോരാട്ടം ഒഴിഞ്ഞിട്ട്, ശത്രു മാറിയിട്ട്, ദുഷ്ടൻ നീങ്ങിയിട്ട് ഒരു കാര്യമല്ല. ശത്രു മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ സ്ത്രീ പ്രസവിച്ചു. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അവൾ പ്രസവിച്ച സ്ത്രീയുടെ ആൺകുട്ടിയുടെ അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുവാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. അതിനുശേഷമുള്ള വാക്യത്തിലേക്കാണ് നാം കടന്നു വരുന്നത്. ഈ ദർശനത്തെക്കുറിച്ച് പലവിധമായ വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു കൂട്ടർ പറയുന്നു ഇത് അന്ത്യകാലത്തേക്കുള്ള ഒരു അടയാളമാകുന്നു എന്ന് പറയുന്നു. മറ്റൊരു കൂട്ടർ പറയുന്നു ഇത് വിശുദ്ധമേ മറിയത്തെയും മറിയം ജനിപ്പിച്ച യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. മറ്റൊരു കൂട്ടർ പറയുന്നു ഇത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെക്കുറിച്ചും ആ രാഷ്ട്രത്തിന്റെ ശേഷിപ്പിനെ കുറിച്ചുമാണ് പറയുന്നത്. മറ്റൊരു കൂട്ടർ പറയുന്നു ഇത് കൈവിടപ്പെട്ടു പോകുന്ന സഭയും എടുത്തുകൊള്ളപ്പെടുന്ന സഭയുമായി, സ്ത്രീ കൈവിടപ്പെടുന്ന സഭയും ആൺകുട്ടി എടുത്തുകൊള്ളപ്പെടുന്ന സഭയുമാണെന്ന് അങ്ങനെയും ചിലർ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിലെ ഡിഫറൻറ്റ് സ്കൂൾ ഓഫ് തോട്ട്സിനകത്തേക്ക് ഞാൻ ഇപ്പോൾ നുഴഞ്ഞു കയറുന്നില്ല. ആശയക്കുഴപ്പങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ അതിൻ്റെ 6-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രി നാം ധ്യാനിക്കുന്നത്. 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട്. എന്നോട് ചേർന്ന് ഒരുമിച്ചൊന്ന് വായിക്കാമോ? സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന്
ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ആ വാക്യത്തിന്റെ പ്രാരംഭത്തിങ്കൽ അമേൻ മുൻപേ കണ്ട സൂര്യനെ അണിഞ്ഞ സ്ത്രീ, ചന്ദ്രനിൽ കാലൂന്നി നിന്ന സ്ത്രീ, നക്ഷത്രം കൊണ്ട് കിരീടമുള്ള സ്ത്രീ, ആ സ്ത്രീയുടെ കിരീടം നഷ്ടപ്പെട്ടു, ആ സ്ത്രീയുടെ ചന്ദ്രനിലുള്ള നിൽപ്പ് നഷ്ടപ്പെട്ടു, ആ സ്ത്രീയുടെ സൂര്യ കിരീടം നഷ്ടപ്പെട്ടു, സൂര്യാലങ്കാരവും നക്ഷത്രപാദവും ചന്ദ്രപാദവും നക്ഷത്ര കിരീടങ്ങളും നഷ്ടപ്പെട്ട സ്ത്രീ ഇപ്പോൾ മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയാണ്. ഒരു മനുഷ്യൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോവുക എന്ന് പറഞ്ഞാൽ അവന്റെ ലൈഫിന്റെ ഏറ്റവും പതറ്റിക് കണ്ടീഷനാണ്. ഇസ്രായേലിന്റെ ചരിത്രം പഠിച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ഓടിപ്പോകുവാൻ 6 സങ്കേത നഗരങ്ങളുണ്ട്. 6 സങ്കേത നഗരങ്ങളിൽ എവിടെയെങ്കിലും അവന് ഓടിപ്പോകാം. എന്നാൽ ഈ സ്ത്രീക്ക് ഇപ്പോൾ ആ സങ്കേത നഗരങ്ങളിൽ ഒന്നിലേക്ക് ഓടിപ്പോകുവാൻ കഴിയുന്നില്ല. ഇനിയും സാധാരണമായ ഒരു മനുഷ്യന്റെ പ്രതികൂലത്തിൽ അവന് സമീപമുള്ള ഒരു പട്ടണത്തിലേക്ക് ഓടിപ്പോകാം, അവന് സമീപമുള്ള ഒരു ഗ്രാമത്തിലേക്ക് ഓടിപ്പോകാം. എന്നാൽ ഇവൾ ഒരു ഗ്രാമത്തിലേക്കോ പട്ടണത്തിലേക്കോ അല്ല ഓടിപ്പോകുന്നത്, പകരം അവൾ മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയാണ്. കാരണം ഈ ഭൂമിയിൽ അവളെ സഹായിപ്പാൻ ആരുമില്ല. അവൾ ഓടി ചെല്ലുവാൻ ഒരു വീടില്ല, അവൾ ഓടി ചെല്ലുവാൻ ഒരു പട്ടണമില്ല, അവൾ ഓടി ചെല്ലുവാൻ ഒരു ഗ്രാമമില്ല. കർമ്മേലിന്റെ കൊടുമുടിയിൽ വീര്യപ്രവൃത്തി ചെയ്തതിന്റെ അടുത്ത ദിവസങ്ങളിൽ ഏലിയാവിനെതിരെ വധഭീഷണി മുഴങ്ങുന്ന ദിവസത്തിൽ ഏലിയാവ് തന്റെ ബാല്യക്കാരനെ കൊണ്ടുപോയി സ്തോത്രം യഹൂദയ്ക്ക് ഉൾപ്പെട്ട ബേർശേബയിൽ താമസിപ്പിച്ചിട്ട് സ്തോത്രം ഏലിയാവ് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. ഏലിയാവ് ബാല്യക്കാരന്റെ അടുക്കൽ പറഞ്ഞു, മോനെ, നിനക്ക് ഓടിപ്പോകാൻ യഹൂദയുണ്ട്, പക്ഷെ എനിക്ക് ഓടിപ്പോകാൻ ഒരു യഹൂദയില്ല. എനിക്ക് എവിടെയും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നു. എന്നാൽ ആ മരുഭൂമിയിലേക്ക് ആ സ്ത്രീ ഓടിപ്പോകുമ്പോൾ ആ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. ഇന്ന് രാത്രി ഞാൻ അടുത്ത വെളിപ്പാടിലേക്ക് കയറി പറയട്ടെ. ഭൂമിയിൽ നിന്റെ ചുറ്റുപാടുമുള്ളവർക്ക് ആശ്രയിപ്പാൻ പല കൊമ്പുകളും കാണുമ്പോൾ, നിനക്ക് ആശ്രയിപ്പാൻ, നിനക്ക് ശരണപ്പെടുവാൻ, നിനക്ക് ചാരുവാൻ ഒരിടവും ഇല്ലാതിരിക്കുമ്പോൾ, നിന്റെ മുമ്പാകെ ശൂന്യമായ മരുഭൂമി മാത്രം കാണുമ്പോൾ, ഈ രാത്രി തിരിച്ചറിയണം ദൈവത്തിന്റെ പൈതലെ, അവളെ പോറ്റുവാൻ ദൈവം ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഓടിച്ചെല്ലുവാൻ ഒരു വീടില്ലാതെ, ഓടിച്ചെല്ലുവാൻ ഒരു പട്ടണമില്ലാതെ, ഓടിച്ചെല്ലുവാൻ ഒരു കുടുംബമില്ലാതെ, ഓടിച്ചെല്ലുവാൻ ഒരു സങ്കേത നഗരമില്ലാതെ, ആമേൻ, ജീവിതത്തിൽ ഇനിയും ഒരു പ്രതീക്ഷയും ഇല്ലാതെ മരുഭൂമിയിലേക്ക് ഓടിപ്പോയ ആ സ്ത്രീക്ക് വേണ്ടി ആ മരുഭൂമിയിൽ ദൈവം ഒരു സ്ഥലം ഒരുക്കി. ഇന്ന് രാത്രി വിശ്വസിപ്പാൻ കഴിയുമോ? ദൈവം എനിക്ക് വേണ്ടി ഇനിയും ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് പറഞ്ഞ, ഇനിയും ഒരു ഹോപ്പും ഇല്ല എന്ന് പറഞ്ഞ മരുഭൂമിയിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സ്ഥലമൊരുക്കും. ദൈവം നിങ്ങൾക്കൊരു പട്ടണത്തിൽ ഒരു സ്ഥലമൊരുക്കുമെന്നോ, ആമേൻ, ദൈവം ഒരു ഗ്രാമത്തിൽ സ്ഥലമൊരുക്കുമെന്നോ, ദൈവം ഒരു സങ്കേത നഗരത്തിൽ സ്ഥലമൊരുക്കുമെന്നോ അല്ല പറഞ്ഞത്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഗതികെട്ടു എന്ന് പറയുന്ന മരുഭൂമിയിലും അവൻ നിങ്ങൾക്ക് വേണ്ടി ചിലത് ഒരുക്കുവാൻ ശക്തനാണ്. 78 സങ്കീർത്തനം 19 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 78:19 ഇസ്രായേൽ ദൈവത്തോടൊരു ചോദ്യം ചോദിക്കുന്നതുണ്ട്. 78:19 ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ദൈവത്തിന് മരുഭൂമിയിൽ അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു, മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ ദൈവത്തിന് മരുഭൂമിയിലോ ഏത് പ്രതികൂലത്തിന്റെ അവസ്ഥയിലും, ഏത് വെല്ലുവിളിയുടെ അവസ്ഥയിലും, ഏത് നിരാശയുടെ, പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ ഗതികെട്ടതെന്ന് ലോകം പറഞ്ഞ ഇടത്തും ഒരു വഴി തുറക്കുവാൻ, ഒരു സ്ഥലം ഒരുക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. എല്ലാ വഴികളും നിന്റെ മുമ്പാകെ ശത്രു അടച്ചു മുദ്ര വെക്കുമ്പോൾ, ആമേൻ, സ്വർഗം തുറക്കും നിനക്കായി, ദൈവം ഇറങ്ങും നിനക്കായി. വിശ്വസിക്ക്, സ്ഥലം ഒരുക്കുന്ന ദൈവം. ഇനിയും ആ വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അവിടെ അവളെ 1260 ദിവസം, 1260 ദിവസം, സ്തോത്രം. ആകയാൽ അവൾ മരുഭൂമിയിൽ എത്ര നാൾ ജീവിക്കേണ്ടി വരുമെന്ന് ദൈവത്തിന് കറക്റ്റ് ആയിട്ട് അറിയാം. ആമേൻ. 1260 ദിവസം അവളെ പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. അപ്പോൾ കർത്താവിനറിയാം അവളുടെ ലൈഫിലെ ഈ മരുഭൂമി, അവളുടെ ജീവിതത്തിലെ ഈ വിൽഡർനെസ്, അത് എത്ര ദിവസമുണ്ടെന്ന് ദൈവത്തിനറിയാം. ഇന്ന് രാത്രികാലം ഞാൻ അടുത്ത ഭാഗം പറയട്ടെ. എൻ്റെ ദൈവത്തിന്റെ പൈതലെ, എൻ്റെ ദൈവത്തിന്റെ ജനമേ, നിന്റെ മരുഭൂമിയുടെ കാലം എത്ര വർഷമുണ്ടെന്നല്ല ദൈവം നോക്കുന്നേ, എത്ര മാസമുണ്ടെന്നല്ല ദൈവം നോക്കുന്നത്, എത്ര ദിവസം
നിനക്കുണ്ട് എന്ന് കർത്താവ് എണ്ണുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കും, 2020 തുടങ്ങി എനിക്ക് പ്രതികൂലമാ, ജോലി നഷ്ടപ്പെട്ടിട്ട് 4 മാസമായി, ജോലി വിസ ഇല്ലാതായിട്ട് 2 വർഷമായി. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞേക്കും. നിങ്ങളുടെ പ്രതികൂലങ്ങളെ നിങ്ങൾ വർഷത്തിലായി എണ്ണുന്നേ, നിങ്ങളുടെ പ്രതികൂലങ്ങളെ നിങ്ങൾ മാസത്തിലായി എണ്ണുന്നത്. പക്ഷേ നമ്മുടെ ദൈവം നിങ്ങളുടെ കഷ്ടതയുടെ കഷ്ടതയുടെ കാലത്തെ ദൈവം വർഷത്തിലല്ല എണ്ണുന്നത്, ദൈവം മാസത്തിലല്ല എണ്ണുന്നത്, ദൈവം ദിവസം പ്രതി എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 1260 1260 എന്ന് പറഞ്ഞാൽ 1261 ആകത്തില്ല, 1260. അതുകൊണ്ടാണ് ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവർ ഇസ്രായേലിൽ വന്നതിന്റെ 430 സംവത്സരം തികഞ്ഞ അന്ന് രാത്രിയിൽ പിറ്റേന്നൊരു സൂര്യോദയം കൂടെ മിസ്രൈമിൽ കാണാൻ ദൈവം അനുവദിക്കാതെ അന്ന് രാത്രി തിടുക്കപ്പെട്ട് ദൈവം അവരെ പുറപ്പെടുവിച്ചു. ഇന്ന് രാത്രി കാലം തിരിച്ചറിയണം, നിന്റെ പ്രതികൂലത്തിന് ഒരു അവധിയുണ്ട്, നിന്റെ കഷ്ടതയ്ക്ക് ഒരു അവധിയുണ്ട്, നിന്റെ വെല്ലുവിളിക്ക് ഒരു അവധിയുണ്ട്. അതൊരു സീസണൽ അല്ല, അതൊരു മന്ത്ലി കണക്കല്ല, അതൊരു വീക്ക്ലി കണക്കല്ല. അവൻ ദിവസം എണ്ണി, മണിക്കൂർ എണ്ണി, നിമിഷം എണ്ണി എനിക്കും നിങ്ങൾക്കും വിടുതൽ തരുന്ന ദൈവമാണ്. 1260 ദിവസം, 1200 എന്ന് പറഞ്ഞാൽ ദൈവം ദിവസങ്ങളെ എണ്ണുകയാണ്. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം അവൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കും. അങ്ങനെയാണോ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? അല്ല. ദൈവം അവൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുമെന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല. ദൈവം അവൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. നിങ്ങൾ ഈ ജർമ്മനിയിലേക്ക് കടന്നു വരുമ്പോൾ, നിങ്ങളായിരിക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുമ്പോൾ, നിങ്ങളെ പ്രാർത്ഥിച്ചു വിട്ട പാസ്റ്റർ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മക്കളെ, ദൈവം നിനക്ക് വേണ്ടി അവിടെ എല്ലാം കരുതും. സ്തോത്രം. ആമേൻ. നിങ്ങളുടെ അടുക്കൽ പലരും പല വഴികൾക്ക് പോകുമ്പോൾ അനുഗ്രഹിച്ച് പറഞ്ഞിട്ടുണ്ട്, ദൈവം നിനക്ക് വേണ്ടി എല്ലാം കരുതും. പക്ഷേ ആ പറഞ്ഞതിനകത്ത് ഒരു അല്പം പെശകുണ്ട് കേട്ടോ. ആമേൻ. ഞാൻ അതിലേക്ക് വിശദീകരിച്ചു വരാം. മോറിയ മലയിലേക്ക് അബ്രഹാം തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി കടന്നു പോകുമ്പോൾ ഇസഹാക്ക് ചോദിച്ചപ്പാ, വിറകൊണ്ട് തീ കൊണ്ട് യാഗത്തിനുള്ള മൃഗം എവിടെയെന്ന്. അബ്രഹാം ഇസഹാക്കിന്റെ അടുക്ക പറഞ്ഞു, മോനെ, ദൈവം തന്റെ ഹോമയാഗത്തിന് തനിക്ക് വേണ്ടി ഒരാട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞു. പക്ഷെ അബ്രഹാം പറഞ്ഞത് തെറ്റാണ്. ദൈവം കരുതിക്കൊള്ളുമെന്നല്ല, ദൈവം കരുതിക്കൊള്ളുമെന്നാണ് അബ്രഹാം പറഞ്ഞത്. പക്ഷേ അതിനകത്തൊരു പിശകുണ്ട്. എന്നെയും നിങ്ങളെയും അനേകരെ അനുഗ്രഹിച്ചതിനകത്ത് ഒരു ചെറിയ അറിവുകേടുണ്ട്. ദൈവം നമുക്ക് വേണ്ടി കരുതുമെന്ന് നിങ്ങൾ പറയരുത്. ദൈവം നമുക്ക് വേണ്ടി ഓൾറെഡി അത് കരുതി ഇട്ടിട്ടുണ്ട്. ആമേൻ. നാം പുറപ്പെടുന്നതിന് മുമ്പേ ദൈവം കരുതിയിട്ടിട്ടുണ്ട്. ആമേൻ. അബ്രഹാം തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന ദിവസം തന്നെ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കറക്കി തിരിച്ചു കൊണ്ടുവന്ന് ആ മോറിയ മലയിലെ മുൾപ്പടർപ്പിൽ കൊണ്ടുവന്ന് ഹോൾട്ട് ചെയ്യിപ്പിച്ചു. ഇനി അടുത്ത ഒരു ഭാഗം, ഈ ഹോൾട്ട് ചെയ്യപ്പെട്ട ആട്ടിൻകുട്ടി ആ മുൾപ്പടർപ്പിനകത്ത് നിൽക്കുക. അപ്പോൾ ഒരു ദൂതനെ ദൈവം അവിടെ അയച്ചു. എന്നിട്ട് ആ ആട്ടിൻകുട്ടിയെ എന്ത് ചെയ്തെന്നറിയാമോ? ആട്ടിൻകുട്ടിയെ ഇങ്ങനെ സമാധാനിപ്പിച്ചു നിർത്തി. കാരണം ഈ ആട്ടിൻകുട്ടി ആ മുൾപ്പടർപ്പിൽ കിടന്ന് ബഹളം വെച്ച് രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാൽ ആ മുള്ളുകൾ ഈ ആടിന്റെ ദേഹത്ത് കൊള്ളും. അതിന്റെ തൊലി മുറിയും, അതിന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകും. ആമേൻ. അതിനെ പിന്നെ ദൈവത്തിന് ഹോമയാഗം കഴിക്കാൻ കൊള്ളത്തില്ല. ആമേൻ. ഊനം വന്നു കഴിഞ്ഞാൽ, മുറിവ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് ഹോമയാഗം കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ദൂതൻ വന്നിട്ട് ആടിനെ അവിടെ നല്ല സൈലന്റ് ആക്കി വെച്ചിട്ട് പറയുക, നീ അബ്രഹാമിന്റെ യാഗപീഠത്തിൽ കയറേണ്ടിയവനാ, നീ ഇവിടെ കിടന്ന് പിടയ്ക്കരുത്. അടുത്ത വലിയൊരു പ്രശ്നമുണ്ട്. അബ്രഹാം മോറിയ മലയുടെ കയറ്റം കയറുന്നതിന്റെ തലേ സമയത്ത് ആ രാത്രിയിൽ ആമേൻ കാട്ടുമൃഗങ്ങൾ മോറിയ മലയിൽ അലറി വിളിച്ചു വന്നേക്കാം. പക്ഷേ ഈ ആട്ടിൻകുട്ടിയുടെ മണമടിച്ചാൽ മുൾപ്പടർപ്പിന് അകത്തു നിന്ന് ഈ ആടിന്റെ കാലെ പിടിച്ചൊരു ദുഷ്ടമൃഗം വലിച്ചാൽ ഈ ആട് നഷ്ടപ്പെട്ടു പോകും. ദൈവം ഒരു ദൂതനെ അയച്ച് അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, ഒരു ദുഷ്ടമൃഗവും അബ്രഹാമിന് വേണ്ടി ഞാൻ കരുതിയ ആട്ടിൻകുട്ടിയെ പിടിച്ചു കൊണ്ടുപോകാതെ നീ സൂക്ഷിച്ചു കൊള്ളണമെന്ന്. കണ്ടോ എന്റെ സഹോദരങ്ങളെ, ദൈവം നമുക്ക് വേണ്ടി കരുതുമെന്ന് നിങ്ങൾ പറയരുത്. ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് തന്റെ ലേഖനത്തിൽ
വചനത്തിൽ പറഞ്ഞത് അവൻ നിങ്ങൾക്കായി കരുതുമെന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം ദൈവത്തിന്റെ കരുതലിന്റെ. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ കടന്ന് യാത്ര പുറപ്പെടുമ്പോൾ 3 ദിവസം കഴിഞ്ഞവർ മാറായുടെ തീരത്തെത്തി കഠിനമായ കയ്പിനകത്ത് അവർ നിലവിളിക്കുമ്പോൾ ആ നദിയുടെ തീരത്ത് ദൈവം എന്ത് കാണിച്ചു കൊടുത്തെന്നറിയാമോ? ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. സ്തോത്രം. ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഉടനെ ദൈവം പെട്ടെന്ന് ഒരു തൈ അവിടെ കൊണ്ട് നട്ടെന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല. ഇസ്രായേൽ നാളുകൾ കഴിഞ്ഞ് ഈ മാറായുടെ തീരത്ത് ഒരു സൈന്യമായി, ഒരു ജനക്കൂട്ടമായി കടന്നു വരുമെന്നും അന്ന് അവര് ദാഹിച്ചു വലഞ്ഞ് 3 ദിവസം വെള്ളം കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് ഇവിടെ വരുമെന്നും അന്ന് അവര് ദാഹിക്കുമ്പോൾ അവർക്ക് വെള്ളം കുടിക്കാൻ അവർക്ക് ഈ മാറ ഉപയോഗിക്കപ്പെടണമെന്നും പറഞ്ഞ് ആമേൻ ദൈവം വർഷങ്ങൾക്ക് മുൻപേ, കുറഞ്ഞതൊരു 10 വർഷം മുമ്പ് എന്ത് ചെയ്തെന്നറിയാമോ? എവിടെയോ ഉണ്ടായിരുന്ന ഒരു വൃക്ഷത്തിന്റെ വീണുകിടന്ന ഫലത്തിനകത്ത് ഫലം ഭക്ഷിച്ചതായ ഒരു പക്ഷി പറന്നു വന്ന് ഈ മാറയുടെ തീരത്തിരുന്ന് കാഷ്ടിച്ചതിൽ നിന്നായിരിക്കാം ഈ തൈ പുറപ്പെട്ടത്. അങ്ങനെ പറയുന്നുവെന്ന് മാത്രം അല്ല, ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഈ മാറയുടെ തീരത്തൊരു തൈ നട്ടു. അന്ന് ദൈവം ഈ മാറയുടെ തീരത്ത് തൈ നടുമ്പോൾ ഉലകത്തിൽ ആരെങ്കിലും അറിഞ്ഞോ എന്തിനാ കർത്താവേ ഈ നദീതീരത്ത് ഈ ഒരു വൃക്ഷം നടുന്നതെന്ന്? ആർക്കും മനസ്സിലായില്ല. പക്ഷെ ദൈവത്തിന്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. വർഷം കുറെ കഴിയുമ്പോ എന്റെ പിള്ളേർ ഇതുവഴി വരും, അന്നവർക്ക് കുടിക്കാൻ വേണ്ടി ഈ വെള്ളത്തെ ഞാൻ ഉപയോഗിക്കും. അപ്പൊ ദൂതന്മാര് ചോദിച്ചു, കർത്താവേ, മാറാ മധുരമാകാനുള്ള വൃക്ഷമാണ് നീ അവിടെ നടുന്നതെങ്കിൽ ആ വൃക്ഷം കുടിക്കുന്നത് മുഴുവനും ഈ മാറായിലെ വെള്ളമല്ലേ? വൃക്ഷം കുടിക്കുന്നത് മുഴുവൻ ഈ മാറായിലെ, വൃക്ഷത്തിന്റെ വേരിറങ്ങുന്നത് മുഴുവനും ഈ മാറായുടെ തീരത്തിലല്ലേ, മാറായുടെ വെള്ളത്തിനകത്തേക്കല്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാ കർത്താവേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഈ മാറയുടെ തീരത്ത് ഈ വൃക്ഷം നട്ടു കഴിഞ്ഞാൽ ഈ മാറയിലെ വെള്ളമല്ലേ ഈ വൃക്ഷത്തിനകത്ത് മുഴുവനും കയറുന്നത്? ഈ വൃക്ഷത്തിനകത്തുകൂടെ ഈ വൃക്ഷം വളരുവാൻ തക്കവണ്ണം കുടിക്കുന്ന വെള്ളം മുഴുവനും ഏതാണെന്നറിയാമോ? ഈ മാറയിലെ വെള്ളമാണ്. എൻ്റെ സഹോദരങ്ങളെ, പക്ഷേ മാറയിലെ കയ്പ് മാറ്റാൻ വേണ്ടി ദൈവം ഒരു മധുരമുള്ള വെള്ളത്തിന്റെ തീരത്ത് നട്ട ഒരു വൃക്ഷത്തെ അല്ല ദൈവം ഉപയോഗിച്ചത്. 10 വർഷം അല്ലെങ്കിൽ 20 വർഷം പഴക്കമുള്ള ഈ മരം ഈ 10 വർഷവും 20 വർഷവും കുടിച്ചത് ഏത് വെള്ളമായിരുന്നു എന്നറിയാമോ? ഈ കയ്പിന്റെ വെള്ളമായിരുന്നു. ഈ കയ്പിന്റെ വെള്ളം 20 വർഷം ഇടതടവില്ലാതെ, ഒരു ദിവസവും മുടങ്ങാതെ 20 വർഷം കയ്പ് വെള്ളം കുടിച്ച ഇതേ മരം ഇപ്പോൾ കുനിഞ്ഞി വെള്ളത്തിനകത്തേക്ക് വീഴുമ്പോൾ ആ കയ്പിനെ മധുരമാക്കുകയാണ്. ഇന്ന് രാത്രികാലം ഞാൻ അതിനകത്തുനിന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞു മുമ്പോട്ട് കയറട്ടെ സഹോദരങ്ങളെ. ഇന്നലകളിൽ നീ കുടിച്ച കയ്പ് ചില കയ്പുകളെ മാറ്റുവാൻ തക്കവണ്ണം നിന്നെ പ്രാപ്തനാക്കും. കഴിഞ്ഞ 20 വർഷം ഈ മരം കുടിച്ചത് മാറയിലെ വെള്ളം. പക്ഷെ ഈ മരം ഇപ്പോൾ ഈ വെള്ളത്തെ തൊട്ടപ്പോൾ ഈ വെള്ളം മധുരമായി മാറി. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോഴല്ല ദൈവം അവർക്ക് വേണ്ടി കരുതിയത്. ഇസ്രായേൽ മാറായുടെ തീരത്ത് വന്നപ്പോഴല്ല ദൈവം അവർക്ക് വേണ്ടി കരുതിയത്. അതിനും വർഷങ്ങൾക്ക് മുൻപേ ദൈവം അവിടെ ഒരു വൃക്ഷത്തെ, ഒരു തൈ നട്ട് ദൈവം ആ വൃക്ഷത്തെ അത് വളർത്തി വലുതാക്കി സൂക്ഷിച്ചിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, അതിനകത്തുനിന്ന് ഒരു കൊമ്പ് പോലും ഒടിഞ്ഞു പോകാതെ, അതിനകത്തുനിന്ന് ഒരു ഇല പോലും വെറുതെ കൊഴിഞ്ഞു പോകാതെ ദൈവം ഇത്ര വർഷം ഒരു വൃക്ഷത്തെ സൂക്ഷിച്ചു വെച്ചോ. അബ്രഹാമിന് തൻ്റെ മകന് വേണ്ടി മകന് പകരം യാഗം കഴിപ്പാൻ ഒരാട്ടിൻകുട്ടിയെ കരുതി വെച്ച ദൈവം, ഇസ്രായേലിന്റെ മാറ മധുരമാക്കുവാൻ ഒരു വൃക്ഷത്തെ സൂക്ഷിച്ച ദൈവം, ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുൻപാകെ ഒരു ചോദ്യം അറിയുന്നു. നിനക്ക് വേണ്ടി കരുതിയിട്ടില്ലേ? നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടില്ലേ? ഇന്ന് രാത്രി അധരം തുറന്നു പറഞ്ഞാട്ട് മരുഭൂമിയിലേക്ക് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട്, എല്ലാ വാതിലുകളും അടഞ്ഞ്, എല്ലാ സ്വപ്നങ്ങളും തകർന്ന്, എല്ലാ ആഗ്രഹങ്ങളും തകർന്നു പോയി
മരുഭൂമിയിലേക്ക് ഓടിപ്പോയ ആ സ്ത്രീക്ക് വേണ്ടി ദൈവം മരുഭൂമിയിൽ എത്ര ദിവസം അവിടെ കഷ്ടതയുണ്ടോ അത്ര ദിവസത്തേക്ക് വേണ്ടി ഒരു ഷെൽട്ടർ, ഒരു ഗോപുരം, ഒരു സങ്കേതം ദൈവം അവിടെ ഒരുക്കിയിരുന്നുവെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാട്ടെ, എന്റെ കഷ്ടതയ്ക്കും എന്റെ മരുഭൂമിക്കും നടുവിൽ എന്റെ ദൈവത്തിന്റെ കരുതൽ എനിക്കുണ്ട്. എന്റെ ദൈവത്തിന്റെ കരുതൽ എനിക്കുണ്ട്. എന്റെ ദൈവത്തിന്റെ കരുതൽ എനിക്കുണ്ട്. ഇനി ദൈവത്തിന്റെ ഒരു സ്ട്രാറ്റജി നമുക്ക് ആ അധ്യായത്തിൽ കാണാൻ കഴിയും കേട്ടോ. എനിക്ക് ഈ വചനത്തിലേക്ക് കയറാൻ പറ്റുന്നില്ല, അതിനു മുമ്പുള്ള വെളിപ്പാടുകളിൽ നിന്ന് ഞാൻ ചുറ്റിത്തിരിയുകയാണ്. സ്തോത്രം. ആറാം അധ്യായത്തിൽ ദൈവം 6-ാം വാക്യത്തിൽ ദൈവം കരുതുകയാണ്. എന്നാൽ 7-ാം വാക്യത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തന്റെ ദൂതന്മാരുമായ മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സ്ത്രീയോട് പൊരുതിയ സർപ്പത്തോട് ദൈവം ആദ്യം റിറ്റാലിയേറ്റ് ചെയ്യുകയായിരുന്നില്ല. ആദ്യം സ്ത്രീക്ക് വേണ്ടി ഒരു ഷെൽട്ടർ ദൈവം ഒരുക്കുകയായിരുന്നു. അതിനുശേഷമാണ് ദൈവം എന്ത് ചെയ്തത്? സ്തോത്രം. അതിനുശേഷമാണ് ഈ സ്ത്രീയോട് പൊരുതിയ സാത്താനോട് തിരിച്ചടിക്കാൻ തുടങ്ങിയത്. ഞാൻ അതിൽ നിന്ന് ഒരു കാര്യം പറയാം. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം നിന്റെ ശത്രുവിനോട് പ്രതികാരം ചെയ്യുന്ന ദൈവമാണ്. നിനക്ക് വേണ്ടി കരുതുകയും നിന്റെ ശത്രുവിനോട് പ്രതികാരം ചെയ്യുകയും ചെയ്യും. ആദ്യം നിന്നെ സെറ്റിൽ ചെയ്യും, അതിനുശേഷം നിനക്ക് വേണ്ടി റിറ്റാലിയേറ്റ് ചെയ്യും. നിനക്ക് പലപ്പോഴും ദൈവജനം ചിന്തിക്കുന്നത്, എൻ്റെ ദൈവമേ എനിക്ക് വേണ്ടി എന്താ സംസാരിക്കാത്തത്, എനിക്ക് വേണ്ടി എന്താ ഇടപെടാത്തത്, എനിക്ക് വേണ്ടി എന്താ ചോദിക്കാത്തത്, എനിക്ക് വേണ്ടി എന്താ കർത്താവ് ഇടപെടാത്തതെന്ന്. പക്ഷെ നീ അറിഞ്ഞുകൊള്ളണം, ആദ്യം നിനക്ക് വേണ്ടി കരുതി നിന്നെ സെറ്റിൽ ചെയ്ത് നിന്നെ ഒന്ന് സമാധാനത്തിലാക്കി നിന്നെ ഒന്ന് സ്വസ്ഥതയിലാക്കണം. അതാണ് ദൈവത്തിന്റെ പ്രയോറിറ്റി. അതിനുശേഷം ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. ഞാൻ മുൻപോട്ട് പോകട്ടെ സഹോദരങ്ങളെ. ദൈവം എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ദൈവം എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ദൈവം എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, സ്തോത്രം, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകത്തിൽ, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകത്തിലേക്ക് ഞാൻ അതിനു മുൻപേ ഒരു ഭാഗം കൂടെ പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. മരുഭൂമിയിൽ അവൾക്ക് വേണ്ടി ഒരു സ്ഥലത്തെ ദൈവം ഒരുക്കി. മരുഭൂമിയിൽ ദൈവം അവൾക്ക് വേണ്ടി ഒരു സ്ഥലത്തെ ഒരുക്കി. എന്നാൽ ഈ മഹാസർപ്പം സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് നിലത്ത് വീണു. നിലത്ത് വീണിട്ട് ഇവൾ എന്ത് ചെയ്യുകയാണ്? ഈ സർപ്പം എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ഈ സ്ത്രീയെ പിന്നെയും ഉപദ്രവിക്കുകയാണ്. അപ്പോഴാണ് അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 12-ാം അധ്യായം 13-ാം വാക്യം, തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞുവെന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അടുത്ത വാക്യം, 14-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ 2 ചിറക് ലഭിച്ചു. സ്തോത്രം. ആമേൻ. അവൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഷെൽട്ടർ പ്ലേസിലേക്ക്, അവൾക്ക് ദൈവം ഒരുക്കിയ ആ റിസർവ്ഡ് പോയിന്റിലേക്ക് അവളെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ദൈവം അവൾക്ക് 2 കഴുകിൻ ചിറകുകൾ നൽകി. ഇന്ന് രാത്രികാലം ഞാൻ അതിൽ നിന്ന് ഒരു കാര്യം പറയാം. ആമേൻ. നിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് നീ എങ്ങനെ പോകുമെന്ന്, നിന്റെ വാഗ്ദത്തത്തിലേക്ക് നീ എങ്ങനെ പോകുമെന്ന്, നിന്റെ നിയോഗത്തിലേക്ക് നീ എങ്ങനെ പോകുമെന്ന് വ്യാകുലപ്പെടേണ്ട ദൈവ പൈതലേ. എൻ്റെ കർത്താവ് എന്നോട് ഇങ്ങനൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെ ആ വാഗ്ദത്തത്തിൽ എത്തിച്ചേരും? ആമേൻ. നീ ഭയപ്പെടണ്ട. നീ ആ വാഗ്ദത്തത്തിൽ എത്താൻ തക്കവണ്ണം നിനക്ക് കഴുകിന്റെ ചിറകുകൾ നൽകി നിന്നെ പറഞ്ഞ സ്ഥലത്തു ദൈവം എത്തിക്കും. ആമേൻ. ദൈവം ഒരു വാഗ്ദത്തം നിനക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്ത സ്ഥലത്ത് എത്തുവാനുള്ള റൂട്ടും അതിനകത്ത് എത്തുവാനുള്ള എബിലിറ്റിയും ദൈവം നൽകും. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നിന്നെ വീണ് നമസ്കരിക്കുന്നത് യോസേഫെ നീ കണ്ടിട്ടുണ്ടെങ്കിൽ നീ വണ്ടി പിടിച്ച് മിസ്രൈമിൽ പോകണ്ട. പകരം നിന്നെ വണ്ടി കയറ്റി മിസ്രൈമിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ കൊണ്ടെത്തിക്കാനുള്ള സകല റൂട്ടും പ്ലാനും ദൈവത്തിന്റെ കയ്യിലുണ്ട്. ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞാട്ട്, എന്റെ ദൈവം എന്റെ മേലിട്ടിരിക്കുന്ന വാഗ്ദത്തം, ആ വാഗ്ദത്ത ഭൂമിയിലേക്ക്, ആ വാഗ്ദത്തത്തിലേക്ക് എന്റെ ദൈവത്തിന്റെ കൃപയാൽ, എന്റെ ദൈവത്തിന്റെ കൃപയാൽ, എന്റെ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ചെന്നു ചേരും. എന്റെ ദൈവത്തിന്റെ കൃപ എന്നെ അവിടെ എത്തിക്കും. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഓടിയത് കൊണ്ടല്ല നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതിയതിലേക്ക് നാം ചെല്ലുന്നത്. നമ്മുടെ മിടുക്ക് കൊണ്ടല്ല. സ്ത്രീ തനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ആ പോയിന്റിലേക്ക്, ആ ദൈവിക വാഗ്ദത്വത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് അവൾക്ക് പോകുവാൻ ദൈവം അവൾക്ക് കഴുകിന്റെ ചിറക്
ചിറക് നൽകി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം എന്റെ മേലിട്ടിരിക്കുന്ന ശുശ്രൂഷ നിവർത്തിച്ചെടുക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകും. ദൈവം നിങ്ങളുടെ മേലിട്ടിരിക്കുന്ന നിയോഗം പൂർത്തീകരിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകും. ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ പോയിന്റിൽ, ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ചിറകുകൾ നൽകും. ഇന്ന് രാത്രി അധരം തുറന്ന് പറഞ്ഞാട്ടെ, ഞാൻ കേട്ട വാഗ്ദത്തം എത്ര ദൂരെയാണെങ്കിലും ഞാൻ അതിൽ ചെന്നു ചേരും. ഞാൻ കേട്ട വാഗ്ദത്തം എത്ര ദൂരെയാണെങ്കിലും ഞാൻ അതിൽ ചെന്നു ചേരും. അതിനുള്ള ചിറകുകൾ എന്റെ ദൈവം എനിക്ക് തരും. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നിന്റെ മുമ്പിൽ ദൈവം നൽകിയ വാഗ്ദത്തം നിനക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നതല്ല, നിനക്ക് ചെന്നെത്താൻ കഴിയുന്നതല്ല. ഇറ്റ്സ് ഇംപോസിബിൾ ഫോർ യു. നിനക്ക് ഓടിയെത്താൻ കഴിയുന്ന ഒരു സ്ഥലത്തല്ല ദൈവം നിനക്ക് വേണ്ടി കരുതിയത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് ഓടിയെത്താൻ പറ്റത്തില്ലെന്നറിഞ്ഞിട്ട് ആമേൻ, ഒരു സൂപ്പർ നാച്ചുറൽ പരിപാടി ദൈവം നിന്റെ മേൽ ചെയ്യാം. ഹോലി സ്പിരിറ്റ് നിനക്ക് കഴുകിനുള്ളതുപോലെ 2 ചിറക് നൽകും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ ഭക്തർ എന്താണ് പ്രാർത്ഥിച്ചതെന്നറിയാമോ? പ്രാവിനുള്ളതുപോലെ എനിക്ക് 2 ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി ദൂരത്ത് സഞ്ചരിച്ച് വിശ്രമിക്കുമായിരുന്നു. ഭക്തൻ എന്താ പ്രാർത്ഥിച്ചത്? പ്രാവിനുള്ളതുപോലെ 2 ചിറക്. പക്ഷേ ദൈവം എന്താ കൊടുത്തത്? പിൽക്കാലത്ത് കഴുകിനുള്ളതുപോലെ 2 ചിറക്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നീ പ്രാർത്ഥിക്കുന്നത് പ്രാവിനുള്ളതുപോലെ ചിറക. പക്ഷെ ദൈവം നിനക്ക് തരാൻ പോകുന്നത് കഴുകിനുള്ളതുപോലുള്ള ചിറകുകളാ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? പ്രാവിന്റെ ചിറക് ചിലപ്പോൾ നമ്മുടെ കൈപ്പത്തിയുടെ അത്രയുമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ കഴുകിന്റെ ചിറക് നമ്മുടെ ഒരു മാറുനീളത്തോളം വിശാലമായിരിക്കും. ഇന്ന് രാത്രി എത്ര പേർ ഉറപ്പോട് കൂടി പറയുന്നു, ഞാൻ പ്രാർത്ഥിച്ചത് ഒരു പ്രാവിന്റെ ചിറകിന് വേണ്ടിയാ, പക്ഷെ ദൈവം എനിക്ക് തന്നത് കഴുകിന്റെ ചിറകുകളാണ്. ഇന്ന് രാത്രി നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറകളിൽ, നിന്റെ പ്രൊഫഷനിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നീ പ്രാർത്ഥിച്ചത് ഒരു പ്രാവിന്റെ ചിറക. പക്ഷെ ദൈവം നിനക്ക് തരുവാൻ പോകുന്നത് ഒരു കഴുകിന്റെ ചിറക. നിന്റെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചത് ഒരു പ്രാവിന്റെ ചിറക. പക്ഷേ ദൈവം തരുവാൻ പോകുന്നത് ഒരു കഴുകിന്റെ ചിറക. ഇന്ന് രാത്രി അധരം തുറന്ന് എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, ചോദിച്ചതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി, ആവർത്തിച്ചാട്ടെ, ചോദിച്ചതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി, ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ഞങ്ങളിൽ വസിക്കുന്ന തന്റെ ശക്തിയാൽ ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ കഴിയുന്ന ദൈവത്തിന് സ്തോത്രം. അതരം തുറന്ന് സ്തോത്രം, അതരം തുറന്ന് സ്തോത്രം, 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 സ്തോത്രം. ദാവീദേ, നീ എന്താ പ്രാർത്ഥിച്ചേ? പഴയ നിയമഭക്തനെ, നീ എന്താ പ്രാർത്ഥിച്ചത്? എനിക്ക് പ്രാവിനുള്ളതുപോലൊരു ചിറക് കിട്ടണം. പക്ഷെ ദൈവം നിനക്ക് തന്നത് എന്താ? കഴുകിനുള്ളതുപോലെ ചിറക്. ചോദിച്ചതിലും നനയ്ക്കുന്നതിലും, ആ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്ന ദൈവം. എൻ്റെ സഹോദരങ്ങളെ, 2 ദിനവൃത്താന്തം 29:36 വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 2 ദിനവൃത്താന്തം 29:36. ദൈവം ജനത്തിന് ഒരുക്കി കൊടുത്തതിൽ ഹിസ്കിയാവും സകല ജനവും സന്തോഷിച്ചു. ആമേൻ, ആമേൻ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത്, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത്, ദൈവം തന്റെ ജനത്തിന് വേണ്ടി ഒരുക്കി കൊടുത്തതിൽ ഹിസ്കിയാവും സകല ജനവും സന്തോഷിച്ചു. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന നന്മ നീ അനുഭവിക്കുമ്പോൾ അതൊരിക്കലും നിന്നെ കരയിപ്പിക്കുന്നതും നിന്നെ സങ്കടപ്പെടുത്തുന്നതുമായിരിക്കത്തില്ല. നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന, നീ സന്തോഷിക്കുന്നതായിരിക്കും. എന്നിട്ട് അടുത്ത ഭാഗത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്, കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. ദൈവം ഒരുക്കിയ വിഷയം അതിന്റെ റൈറ്റ് ടൈമിൽ നടക്കും. ദൈവത്തിന്റെ കരുതൽ അത് റൈറ്റ് ടൈമിൽ നടക്കും. അതിനെ ഡിലേ ആക്കുവാൻ, അതിനെ താമസിപ്പിക്കുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്നു. ആമേൻ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 1 കൊരിന്ത്യർ 2:9 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്,
ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെയും ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കാൻ പോകുന്നത്. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? അല്ല. ആമേൻ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇറ്റ്സ് ഓൾറെഡി പ്രിപ്പേർഡ്. ആമേൻ. ഇറ്റ്സ് ഓൾറെഡി ആമേൻ പ്രിപ്പേർഡ് ഫോർ മീ. ആമേൻ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും പറയും ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ മുൻപേ മാറയുടെ കാര്യം പറഞ്ഞല്ലോ. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാനിൽ വന്നപ്പോൾ 7 ജാതികളും 31 രാജാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. അവരെ എല്ലാം തോൽപ്പിച്ചു കളഞ്ഞുവെന്ന്. പക്ഷെ ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഈ ഇസ്രായേൽ എന്ന രാഷ്ട്രം ആ ദേശം വിട്ടുപോകുമ്പോൾ 70 പേരായിട്ടാണ് പോയത് കേട്ടോ. ആകെപ്പാടെ 70 പേരെ ഉള്ളായിരുന്നു. ഈ 70 പേര് അന്ന് പോയപ്പം ആ ദേശം വിട്ടു പോകാൻ എന്തോ കാര്യം എന്നറിയാമോ? ആ ദേശത്ത് ഒരു കറിവേപ്പില പോലും ഇല്ലായിരുന്നു. ആ ദേശത്ത് ആമേൻ ഒരു ചീര പോലും പറിക്കാനില്ലായിരുന്നു. അങ്ങനെ നശിച്ച് മുടിഞ്ഞ ഇടപാട് തീർന്ന ഒരു രാജ്യത്ത്, ആ ദേശത്ത് നിന്നാണ് അവര് 4 നൂറ്റാണ്ട് മുമ്പ് പോകുന്നത്. പക്ഷെ 4 നൂറ്റാണ്ട് കഴിഞ്ഞ് പണ്ട് അവരുടെ അപ്പച്ചന്മാര് തരിശു നിലമായി ഇട്ടിട്ട് പോയ ഭൂമിയിലേക്ക് ഇവര് തിരിച്ചു വന്നപ്പോ ഇപ്പൊ അവിടെ കണ്ട പാലും തേനും ഒഴുകുന്നു. അവിടുത്തെ ഒരു മുന്തിരിക്കൊല എടുത്തോണ്ട് വേണമെങ്കിൽ 2 പേര് വേണം എന്ന് പറഞ്ഞാൽ, ഇവർ ഈ കഴിഞ്ഞ 4 നൂറ്റാണ്ടുകൾ മിസ്രൈമിൽ നടന്ന കാലത്ത് ദൈവം ഈ ദേശത്തിൽ മുഴുവനും ആമേൻ പണിക്കാരെ വെച്ചിട്ട് ആമേൻ 7 ജാതികളെ അവിടെ കൊണ്ടുവന്നിട്ട് ആ ലാൻഡിനെ മുഴുവൻ കൾട്ടിവേറ്റ് ചെയ്ത് അതിനെ ഏറ്റവും നല്ലൊരു അഗ്രികൾച്ചർ ലാൻഡ് ആക്കി കിട്ടും. ഈ യാക്കോബിന്റെ മക്കൾ അവിടെ നിന്നിരുന്നെങ്കിൽ അവരെന്തെങ്കിലും ഇതിങ്ങനെ ഒരു സെറ്റപ്പിൽ കൊണ്ടുവരുമായിരുന്നോ? ഒരിക്കലും കൊണ്ടുവരത്തില്ല. ആമേൻ. ഇനി അടുത്ത ഒരു കാര്യം, ആ ദേശത്ത് നിന്ന് അവരെ ഈജിപ്തിൽ കൊണ്ടുപോയി സകലവിധ സെറ്റപ്പും പഠിപ്പിച്ച് അവരെ തിരിച്ച് 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം തിരിച്ചു കൊണ്ടുവരുമ്പോൾ 70 പേരായി പോയവർ ഇപ്പോൾ 25 ലക്ഷമായിട്ടാണ് തിരിച്ചു വരുന്നത്. 70 പേരായിട്ട് പോയവർ 25 ലക്ഷമായി തിരിച്ചു വരുന്നു. അവർക്ക് എന്തെങ്കിലും നഷ്ടം പറ്റിയോ? നമ്മൾ പറയും 400 സംവത്സരത്തെ അടിമപ്രവാസം എന്നൊക്കെ. എന്നാൽ ഈ 430 സംവത്സരത്തിൽ അവർക്ക് എന്തെങ്കിലും കുഴപ്പം വന്നോ? എന്തെങ്കിലും നഷ്ടം വന്നോ? ഒന്നും നഷ്ടം വന്നില്ല. അവരാള് വരികയും അവരുടെ രാജ്യം ഫ്രീ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് കൊടുത്തോ. അവർക്ക് പിന്നെ അവസാന നാളുകളിൽ കുറെ കഷ്ടപ്പെട്ടു എന്നൊക്കെ പറയും. ആ കഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവർ മഹാമടിയന്മാരായി പോയേനെ. ഇനി അടുത്ത വിഷയം, ആ കഷ്ടപ്പെട്ടതിന്റെ സകല കൂലിയും അവരവിടെ നിന്ന് പുറപ്പെടുന്നതിന്റെ അന്ന് മിസ്രൈമിലെ സ്ത്രീകൾ അവരുടെ കഴുത്തിലും കാതിലും കിടന്നതും ഊരിക്കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ ശമ്പളം ഒന്നും ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടില്ല. നിങ്ങൾ റമസേസ് പീതോം എന്ന 2 സംഭാര നഗരങ്ങളെ പണിതില്ലയോ? ഈ പൈസ മുഴുവനും നിങ്ങൾ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് സ്വർണം വാരിയെടുത്ത് ഇസ്രായേൽ മക്കളുടെ കയ്യിൽ കൊടുത്തു. കണ്ടോ, ദൈവം എന്തിനെങ്കിലും കടക്കാരനാണോ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുമെന്നൊന്നും നിങ്ങൾ പറയരുത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ഞാൻ ചോദിക്കാം, എന്താണ് ദൈവം ഒരുക്കുന്നത്? ദൈവം ഒരുക്കുന്ന ചില വിഷയങ്ങളെ ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകാം, കൃത്യസമയത്ത് തന്നെ നിർത്തിക്കൊള്ളാമേ. 132 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ, 132 സങ്കീർത്തനം അതിന്റെ 17 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മനോഹരമായിരിക്കുന്ന ഒരു വാക്യത്തെ നമുക്ക് കാണുവാൻ കഴിയും. 132 സങ്കീർത്തനം അതിന്റെ 17 വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവിടെ ഞാൻ ദാവീദിനൊരു കൊമ്പ് മുളപ്പിക്കും. അടുത്ത ഭാഗം, എന്റെ അഭിഷക്തന് ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട്. എന്റെ അഭിഷക്തന് ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട്. എവിടെയാണ് ദീപം? എവിടെയാണ് വെളിച്ചം ആവശ്യമായി വരുന്നത്? ജീവിതത്തിന്റെ ഇരുട്ടിലാണ് വെളിച്ചം ആവശ്യമായി വരുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ, സ്തോത്രം, രാത്രികളിൽ പവർ കട്ട് വരികയും രാത്രികളിൽ ഇരുട്ടാകും. ആ സമയത്തെല്ലാം നമ്മുടെ വീട്ടിൽ, ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, എൻ്റെ പ്രായത്തിലുള്ളവർക്ക് വരെ മിനിമം അറിയാം. അന്നൊക്കെ നമ്മുടെ നാട്ടിൽ എന്തുണ്ടായിരിക്കും എന്നറിയാമോ? എമർജൻസി ലൈറ്റുകളുണ്ട്. ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ അന്ന് ഏറ്റവും വിലപ്പെട്ട ഒരു സാധനം എന്തായിരുന്നു അറിയാമോ? എമർജൻസി ലൈറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരാൾക്ക് ഒരു എമർജൻസി ലൈറ്റ് കൊണ്ട് കൊടുത്താൽ എന്തൊരു ഗമയാണെന്നറിയാം. ഒരു വലിയ ഇതാണ്. സ്തോത്ര. ആ എമർജൻസി ലൈറ്റ്, ഈ എമർജൻസി ലൈറ്റിനെ പകല് മുഴുവനും കത്തിച്ചു വെക്കും. അമേൻ. പകല് മുഴുവനും ഇത് കുത്തിവെക്കും. അമേൻ. അതിനകത്ത് 2 ലൈറ്റ് കാണും. ഒരു റെഡ് LED കാണും, ഒരു ഗ്രീൻ LED കാണും. റെഡ് LED കത്തിക്കൊണ്ടിരുന്നാൽ അത് ചാർജിങ്
കഴിഞ്ഞെന്ന് അതിന്റെ അർത്ഥം. റെഡ് LED ഓഫായി ഗ്രീൻ LED ഓൺ ആവുമ്പോൾ അത് ഫുൾ ചാർജ് ആയെന്ന അർത്ഥം. ആമേ. കാരണം ഇത് ഗ്രീൻ LED ആയെങ്കിൽ മാത്രമേ, LED കത്തിയെങ്കിൽ മാത്രമേ രാത്രിയിൽ ഇരുട്ട് വ്യാപരിക്കുമ്പോൾ KSEBയുടെ ലൈൻ കട്ടാകുമ്പോൾ, ആമേ, പവർ കട്ട് വരുമ്പോൾ ഇത് കത്തത്തുള്ളൂ. അപ്പോ പകൽ എന്ത് ചെയ്യുകയാണ്? ഈ എമർജൻസി ഇത് ഓൺ ആക്കി വെക്കുകയാണ്. ഇനിയും അതിനും കുറച്ചും കൂടെ മുമ്പോട്ട് പോയാൽ മേശവിളക്കുണ്ട്. ഈ മേശവിളക്ക് തലേ രാത്രി കരിപിടിക്കും. അത് മുഴുവൻ എടുത്തിങ്ങനെ സൈഡ് തുടച്ച് അതിന്റെ റിബൺ എടുത്തിങ്ങനെ കട്ട് ചെയ്ത് കെറസിനൊക്കെ അതിനകത്ത് ഫില്ല് ചെയ്ത് വെക്കും. തന്റെ അഭിഷക്തന് വേണ്ടി ദൈവം ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, അപ്രതീക്ഷിതമായി ഇരുട്ട് നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ആമേൻ ആമേൻ, ദൈവം നിനക്ക് വേണ്ടി ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട്. ഇരുട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇരുട്ട് വ്യാപരിച്ചാൽ ആർക്കും മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. ഇരുട്ട് വ്യാപരിച്ചാൽ ഒരടി മുമ്പോട്ട് വെക്കാൻ കഴിയത്തില്ല. പക്ഷെ കർത്താവ് പറയാ, ഇരുട്ട് വ്യാപരിക്കുമ്പോഴും നിന്റെ യാത്ര മുടങ്ങാതിരിപ്പാൻ, നിന്റെ വഴി അടയാതിരിപ്പാൻ, നീ ഒരു സ്റ്റാഗ്നന്റ് അവസ്ഥയിലേക്ക് മൂവ് ചെയ്യാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി നിനക്കെതിരായി കയറി വരുന്ന ഇരുട്ടിനെ, നിന്റെ മുൻപാകെ അസ്തമിച്ചു പോകുന്ന സൂര്യനെ കണ്ടിട്ട്, ഈ ലോകത്തിന്റെ സൂര്യൻ, ഈ ലോകത്തിന്റെ വെളിച്ചം നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, ഈ ലോകത്തിന്റെ പ്രകാശം നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, ഈ രാത്രി വിശ്വസിച്ച് പറഞ്ഞാട്ടെ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട്. എന്റെ ദൈവം ഫുൾ ചാർജ് ഉള്ള ഒരു ടോർച്ച് എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. എന്റെ ദൈവം ഒരു ലൈറ്റ് എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവം തന്റെ അഭിഷക്തന് ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഞാൻ ദാവീദിനൊരു കൊമ്പ് മുളപ്പിക്കും. പക്ഷെ എന്റെ അഭിഷക്തന് ഞാനൊരു ദീപം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി നിനക്കെതിരെ കയറി വരുന്ന ഇരുട്ടുകളെ നോക്കിയിട്ട് പറഞ്ഞാട്ടെ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു വെളിച്ചത്തിന്റെ ദീപം ഒരുക്കിയിട്ടുണ്ട്. ഒരു മരണത്തിന്റെ ഇരുട്ടിനും, ഒരു രോഗത്തിന്റെ ഇരുട്ടിനും, ഒരു കഷ്ടതയുടെ ഇരുട്ടിനും, ഒരു അനർത്ഥത്തിന്റെ ഇരുട്ടിനും നിന്നെ തകർക്കുവാൻ കഴിയുകയില്ല. അതിന്റെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട്. ഒന്ന്, ദൈവം ഇരുട്ടിനെ ജയിക്കുന്ന ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട്. രണ്ടാമതായി, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 31-ാം വാക്യം. 30-ാം വാക്യത്തിൽ പ്രകാശത്തെ കുറിച്ച്, വെളിച്ചത്തെ, ദീപത്തെ കുറിച്ച് പറഞ്ഞിട്ട് 31-ാം വാക്യത്തിൽ പറയുകയാണ്, നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണു കണ്ടുവല്ലോ. അപ്പോൾ ദൈവം അടുത്തതായിട്ട് എന്ത് ചെയ്തുവെന്നാണ്? ദൈവം ഒരു ഡെലിവറൻസ്, ദൈവം ഒരു സാൽവേഷൻ ഒരുക്കിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, നിന്റെ പ്രതികൂലങ്ങൾക്കകത്ത് ദൈവം ഒരു രക്ഷയെ ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. ശിമയോൻ എന്ന വൃദ്ധനായ മനുഷ്യൻ യേശുവിന്റെ അരിമക്കുഞ്ഞിനെ എടുത്ത് കൈകളിൽ ഉയർത്തി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പറയുകയാണ്, സകല ജനതകളുടെ മുൻപാകെ നീ ഒരുക്കിയ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, നിന്റെ കണ്ണുകൾ കാണും. നിന്റെ കഷ്ടതകൾക്കകത്തുനിന്ന് ദൈവം ഒരുക്കിയ സാൽവേഷൻ ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? There is a salvation prepared for me. എനിക്ക് വേണ്ടി ഒരു വിടുതൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്റെ ഞെരുക്കത്തിൽ നിന്നൊരു വിടുതൽ, എന്റെ രോഗത്തിൽ നിന്നൊരു വിടുതൽ, എന്റെ സാമ്പത്തിക ക്ലേശത്തിൽ നിന്നൊരു വിടുതൽ, എന്റെ സങ്കടത്തിൽ നിന്നൊരു വിടുതൽ, എന്റെ അനർത്ഥങ്ങളിൽ നിന്നുള്ള വിടുതൽ, എനിക്കെതിരായ പൈശാചിക പോരാട്ടത്തിൽ നിന്നുള്ള ഒരു വിടുതൽ, എനിക്കെതിരായ മാനുഷിക യുദ്ധത്തിലും കൂട്ടുകെട്ടിൽ നിന്നുള്ള ഒരു വിടുതൽ, എന്റെ വിടുതൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. The deliverance is prepared for me. എന്റെ ദൈവം എനിക്ക് വേണ്ടി വിടുതൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. തക്ക സമയത്ത് എന്റെ ദൈവം ആ വിടുതൽ എന്നെ കാണിക്കും. ഇന്ന് രാത്രി അതരം തുറന്ന് പറഞ്ഞാട്ടെ, ഞാൻ വിടുതൽ കാണും, ഞാൻ വിടുതൽ കാണും, ഞാൻ വിടുതൽ കാണും, ഞാൻ വിടുതൽ കാണും. അതരം തുറന്ന് പറഞ്ഞാട്ടെ, ഞാൻ വിടുതൽ കാണും. ഇന്ന് രാത്രി നിന്റെ ശരീരത്തെ അലട്ടുന്ന രോഗത്തെ നോക്കി പറ, ഞാൻ വിടുതൽ കാണും. ഇന്ന് രാത്രി നിന്നെ നശിപ്പിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തെ നോക്കി പറ, ഞാൻ വിടുതൽ കാണും. ഇന്ന് രാത്രി നിനക്കെതിരെ നിൽക്കുന്ന ആഭിചാര ശക്തികളെ നോക്കി പറ, ഞാൻ വിടുതൽ കാണും, ഞാൻ വിടുതൽ കാണും. ശിമയോൻ വിടുതൽ കണ്ടെങ്കിൽ ഞാൻ വിടുതൽ കാണും. കാരണം എനിക്ക് വേണ്ടിയ വിടുതൽ എന്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. സ്തോത്രം. സകല ജാതികളുടെ മുൻപാകെ എന്റെ ദൈവം എനിക്ക് വേണ്ടി വിടുതൽ ഒരുക്കിയിട്ടുണ്ട്. 57-ാം സങ്കീർത്തനത്തിൽ യെശയ്യാപ്രവചനം 57-ാം അധ്യായം, യെശയ്യാപ്രവചനം 57-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവം പറയുകയാണ്, സ്തോത്രം, നികത്തുവീൻ വഴി ഒരുക്കുവീൻ, എന്റെ ജനത്തിന്റെ വഴിയിൽ നിന്ന് ഇടർച്ച നീക്കിക്കളയുവനെന്ന് അവൻ അരുളി ചെയ്യുന്നു. അപ്പൊ ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? എന്റെ ജനത്തിന് വേണ്ടി ഒരു വഴി ഒരുക്കാൻ പറയുകയാണ്. ഇന്ന് രാത്രി കാലം വിശ്വസിച്ചാട്ട് ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി ഒരുക്കും.
ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി ഒരുക്കുക. ഇസ്രായേലിന് ചെങ്കടലിന്റെ ആഴത്തിൽ വഴിയൊരുക്കിയ ദൈവം, യോർദാന്റെ ആഴങ്ങളിൽ വഴിയൊരുക്കിയ ദൈവം, സമുദ്രത്തിൽ വഴിയൊരുക്കിയ ദൈവം, പെരുവെള്ളങ്ങളിൽ വഴിയൊരുക്കിയ ദൈവം, കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും വഴിയൊരുക്കിയ ദൈവം. ഈ രാത്രി വിശ്വസിച്ചാട്ട് എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി ഒരുക്കും. എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി ഒരുക്കും. ഈ അവസ്ഥയിൽ നിന്ന് നീ മുമ്പോട്ട് പോകാൻ ദൈവം ഒരു വഴി ഒരുക്കും. ഇന്ന് തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരു വഴി ഒരുക്കുക. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, എനിക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്, അവൻ എനിക്ക് വേണ്ടി വഴി ഒരുക്കും. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. 1-2 ഭാഗങ്ങളെ പറഞ്ഞ് ഒരു വിഷയത്തിൽ കൊണ്ടുവന്ന് കൺക്ലൂഡ് ചെയ്യാം. യോനായുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, യോനായുടെ പുസ്തകം 1-ാം അധ്യായം, അതിന്റെ യോനായുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യോനായുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പിന്നെ അവർ യോനയെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളഞ്ഞു, സമുദ്രത്തിന്റെ കോപം അടങ്ങി. സ്തോത്രം. 17-ാം വാക്യം: യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. യോനയ്ക്ക് വേണ്ടി 2 പേരുണ്ടായിരുന്നു. സ്തോത്രം. യോനയ്ക്ക് വേണ്ടി 2 പേരുണ്ടായിരുന്നു. 15-ാം അധ്യായത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് ആരായിരുന്നു എന്നറിയാമോ? യോനയെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളയുന്നവർ. നമുക്ക് വേണ്ടി അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. നമ്മളെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളയാൻ തക്കവണ്ണം ഒരു കൂട്ടരെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, യോന കയറിയ കപ്പൽ തെറ്റിപ്പോയി. ആ കപ്പലിലുള്ളവർക്കെല്ലാം ഒരു ഡ്യൂട്ടി ആയിരുന്നു: യോനയെ സമുദ്രത്തിൽ എറിഞ്ഞു കളയാൻ. നിന്നെ സമുദ്രത്തിൽ എറിഞ്ഞു കളയാൻ, ആമേൻ, ഒരു മനുഷ്യനെന്നല്ല പറഞ്ഞത്, അവർ യോനയെ എടുത്ത് സമുദ്രത്തിൽ കളഞ്ഞു. യോനയെ എടുത്തു കളയാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. യോനയെ എടുത്തു കളയാൻ ഒരു ബറ്റാലിയൻ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി നീ തിരിച്ചറിയണം, നിന്നെ എടുത്തു കളയാൻ, നിന്നെ സമുദ്രത്തിൽ എറിഞ്ഞു കളയാൻ, നിന്നെ ഇല്ലാതാക്കാൻ ഒരു ഗ്രൂപ്പ് തന്നെ കാണുന്നു. പക്ഷെ അതിന്റെ അടുത്ത ഭാഗം ഇങ്ങനെയാണ് 17-ാം വാക്യത്തിൽ എഴുതി: എറിയാൻ എത്ര പേരുണ്ടായിരുന്നു, പക്ഷേ എറിഞ്ഞവനെ താഴെ ക്യാച്ച് ചെയ്യാൻ, അവനെ സേഫായി 3 ദിവസം ഹോൾഡ് ചെയ്യാൻ ദൈവം ഒരു മത്സ്യത്തോട് കൽപ്പിച്ചാക്കിയിരുന്നു. എന്റെ ദൈവമേ, ഈ ഓന കപ്പലിന്റെ അടിത്തട്ടി കിടന്ന് ഉറങ്ങുമ്പോഴും ഈ മത്സ്യം ഈ കപ്പലിന്റെ സൈഡ് പിടിച്ച് തന്നെ നടക്കുക. യോന എഴുന്നേറ്റ് ഈ കപ്പലുകാരുമായിട്ട് സംസാരിക്കുമ്പോഴും ഈ മത്സ്യം കപ്പലിന്റെ സൈഡ് പിടിച്ച് തന്നെ നടക്കുക. ഈ കടലിന് തിരയിളകിയ കടലിനകത്ത്, കാറ്റ് പിടിക്കുന്ന കടലിനകത്ത്, പ്രക്ഷുബ്ധമായ കടലിനകത്ത് എല്ലാ മത്സ്യങ്ങളും ഈസി ആയിട്ട് ഓരോ കാര്യം ചെയ്തു നടക്കുമ്പോ ഈ ഒരു മത്സ്യം മാത്രം ഈ കപ്പലിനെ ചുറ്റിപ്പറ്റി നടക്കുക. ആമേൻ. എന്തിനാണെന്നറിയാമോ? യോനയെ ക്യാച്ച് ചെയ്യാൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നിന്നെ എറിയാൻ മാത്രമല്ല മനുഷ്യർ, നിന്നെ എറിയാൻ, നിന്നെ ഇല്ലാതാക്കാൻ 1000 പേരെ ലോകം പ്രിപ്പയർ ചെയ്യുമ്പോൾ, നിന്നെ എറിഞ്ഞിടത്തു നിന്ന് ക്യാച്ച് ചെയ്യാൻ, നിന്നെ കെയർ ചെയ്യാൻ, നിന്നെ പിടിക്കാൻ ദൈവം ഒരു മത്സ്യത്തെയും കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി പല കരങ്ങളും നിന്നെ ഉപേക്ഷിക്കുമ്പോൾ, പല കരങ്ങളും നിന്നെ എടുത്തു കളയുമ്പോൾ, പല മുഖങ്ങളും നിന്നെ മുമ്പാകെ മറയപ്പെടുമ്പോൾ, ഈ രാത്രി തിരിച്ചറിഞ്ഞാട്ട് നിന്നെ കരുതാൻ ഒരു കരത്തെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. മത്സ്യം വായി പിളർന്നു. മത്സ്യത്തിന്റെ അടുക്കൽ ദൈവം പറഞ്ഞിരുന്നു: യോന എന്നൊരു മനുഷ്യൻ വരും, നീ കേറി ഒന്നും പിടിച്ചേക്കരുത്, നീ ഇങ്ങനെ വാ തുറന്നു കൊടുക്കണം, അവനങ്ങനെ ഡൈവ് ചെയ്ത് കയറിപ്പോട്ടെ, നിന്റെ ആ കൂർത്ത പല്ലുകൊണ്ട് അവനെ മുറിവേൽപ്പിക്കരുത്, അവനങ്ങനെ അകത്തു പോകട്ടെ. 3 ദിവസം യോനയെ മത്സ്യം വയറ്റിൽ വെച്ചു എന്ന് പറഞ്ഞാൽ, ഈ 3 ദിവസം മത്സ്യത്തിന്റെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, എല്ലാ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെയും ദൈവം ഹോൾഡ് ചെയ്തു. അതിന്റെ പാൻക്രിയാസിനെ ദൈവം ബ്ലോക്ക് ചെയ്തു. ഒരു ഡൈജസ്റ്റീവ് ഫ്ലൂയിഡും പുറപ്പെടാതെ വേണം ദൈവം അടച്ചു വെച്ചു. 3 ദിവസം ഈ മത്സ്യത്തിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ദൈവം ബ്ലോക്ക് ചെയ്ത് വെച്ചു. 3-ാം ദിവസം യോന പ്രാർത്ഥിച്ചു തീരുന്ന സമയത്ത് ദൈവം മത്സ്യത്തിന്റെ അടുക്കൽ പറഞ്ഞു: നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, നീ യോനയെ കൊണ്ടുവന്ന് കരയ്ക്ക് വിട്ടേര്. നോക്കിക്കോണേ, 3 ദിവസത്തിന് മുമ്പ് കപ്പലിൽ പോയി യോനയെ കളക്ട് ചെയ്ത് 3 ദിവസം സേഫായി റിസോർട്ടിനകത്ത് താമസിപ്പിച്ച് തിരികെ കൊണ്ടുപോയി
ആ കരയിൽ കൊണ്ടുപോയി നന്നായിട്ട് വിട്ട്, സ്തോത്രം, ഒരു ടൂർ പാക്കേജ് പോലെ കളക്ട് ചെയ്ത് ഹോൾട്ട് ചെയ്ത് അവിടെ കൊണ്ടുപോയി തന്നെ ഇറക്കി വിട്ടിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് മത്സ്യം തിരികെ പോയി. യോനാ, ആ മത്സ്യത്തെ നിനക്ക് മുൻപരിചയമുണ്ടോ? യോനാ, ആ മത്സ്യവുമായിട്ട് നിനക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? യോനാ, ആ മത്സ്യത്തോട് നീ ഒരു താങ്ക്സ് എങ്കിലും പറയാൻ വേണ്ടി ആ മത്സ്യം അവിടെ നിന്നു? ഇല്ല, 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 ഇല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ ദൈവവേദനെ, ഈ വലിയ മത്സ്യം എന്ത് ചെയ്തു? യോനായം കൊണ്ട് കരയ്ക്ക് പോയി. എന്റെ സഹോദരങ്ങളെ, കൊച്ചു മത്സ്യങ്ങൾക്കൊക്കെ കരയ്ക്ക് വരാൻ എളുപ്പമാണ്. പക്ഷെ ഈ വലിയ മത്സ്യത്തിന് ആഴക്കടലിൽ നിന്ന് കരയ്ക്ക് വരാൻ, അവിടെ എഴുതിയിരിക്കുന്നത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ആ മത്സ്യം കരയുടെ തീരത്ത് വരെ വന്നു. സാധാരണയായി ഒരു മത്സ്യം വലിയ മത്സ്യം കരയ്ക്കടിഞ്ഞാൽ പിന്നെ ആ മത്സ്യത്തിന് തിരിച്ചു പോകാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴെങ്കിലും അങ്ങനെ വലിയ മത്സ്യം കരയ്ക്കടിഞ്ഞാൽ ആൾക്കാർ അതിനെ തള്ളി സമുദ്രത്തിലേക്ക് ഇറക്കി വിടുകയാണ്. പക്ഷേ ആ ദൈവനിയോഗം പ്രാപിച്ച ആ മത്സ്യം എത്ര കഠിനമായ ടാസ്ക് ആയിട്ടും യോനയെ കൊണ്ടുവന്ന് കരയ്ക്ക് വിട്ടു. ദൈവ യോനയുടെ അടുക്കൽ ഒരു കാര്യം പറയാം, യോന, നിനക്ക് നിനവേ വരെ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ നിനക്ക് വേണ്ടി ഞാൻ പറഞ്ഞ മത്സ്യത്തിന് കരവരെ വരാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമുക്ക് പല ദൈവഹിതവും ഒത്തിരി പ്രയാസമായിട്ട് തോന്നും, പക്ഷെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നതൊന്നും ദൈവത്തിന് പ്രയാസമല്ല. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി കരുതാൻ നിനക്ക് പരിചയമില്ലാത്ത ചില മത്സ്യങ്ങളെ, മനുഷ്യരായിരുന്നെങ്കിൽ പറഞ്ഞാൽ ഈ അച്ഛനായിരുന്നു പണ്ട് തന്നെ സമുദ്രത്തിൽ നിന്ന് പിടിച്ചോണ്ട് വന്നതെന്ന്. മീനിനെ കണ്ട എങ്ങനെ മനസ്സിലാകും? നിരത്തി 10 മീനിനെ കണ്ട ഇതിലേത് മീനാ യോന നിന്നെ വിഴുങ്ങിയത്? നീ 3 ദിവസമായി യോന ആ മീനിന്റെ കൂടെ താമസിച്ചല്ലേ, നിനക്കറിയത്തില്ലയോ? എന്റെ പൊന്നമ്മച്ചി, മീനിനെയൊക്കെ കണ്ട ആർക്കെങ്കിലും മുഖപരിചയം വെക്കാൻ കഴിയുമോ? കണ്ടോ, മുഖപരിചയം വെച്ച് ഓർക്കുവാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള കരുതലുകളെ തരുന്ന ദൈവം. ഇന്ന് രാത്രി ദൈവത്തിന് പറഞ്ഞാട്ടെ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ചിലരെ ഒരുക്കിയിട്ടുണ്ട്. എന്റെ ദൈവം എനിക്ക് വേണ്ടി ചിലരെ ഒരുക്കിയിട്ടുണ്ട്. അമ്മേ, 23-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 23-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, ശത്രുക്കൾ കാണെ എന്റെ ദൈവം എനിക്ക് വിരുന്നൊരുക്കുന്നു. അമ്മേ, എന്റെ സഹോദരങ്ങളെ, ദൈവം നമ്മൾ എപ്പോഴും പാടുന്ന ഒരു ഇതുണ്ട്, അന്നൊന്ന് ഞങ്ങൾക്കുള്ളതെല്ലാം നൽകും. ദൈവം എങ്ങനെയെങ്കിലും നമ്മളെ പോറ്റി പുലർത്തും. എന്നാൽ അവിടെ പറയുകയാകുന്നു, ഇല്ല, ദൈവം എനിക്ക് വിരുന്നൊരുക്കും. എന്റെ സഹോദരങ്ങളെ, ദൈവം എന്നും നമുക്ക് അത്യാവശ്യത്തിന് അപ്പം, അമേൻ, അപ്പം ഇത് സാരഫാത്തിലെ അപ്പം മാത്രമല്ല തരുന്നത്. സെഫന്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹോവയായ കർത്താവിന്റെ സന്നിധിയിൽ മിണ്ടാതിരിക്കുക. ആമേൻ. യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. യഹോവ ഒരു യാഗസദ്യ ഒരുക്കി താൻ ക്ഷണിച്ചവരെ വിശുദ്ധീകരിച്ചുമിരിക്കുന്നു. അപ്പൊ ദൈവം എന്തിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്? സദ്യക്ക് വേണ്ടി. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ പറഞ്ഞത്, കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഇന്ന് രാത്രി നീ തിരിച്ചറിയണം ദൈവവേദനെ, നിനക്ക് അത്താഴ പട്ടിണി ഇല്ലാതെ നിന്നെ പോറ്റി പുലർത്താമെന്നുള്ളതല്ല ദൈവത്തിന്റെ ഗ്യാരണ്ടി. ഞാൻ ആവർത്തിക്കട്ടെ, നിന്നെ അത്താഴ പട്ടിണി ഇല്ലാതെ പോറ്റി പുലർത്താമെന്നുള്ളതല്ല ദൈവത്തിന്റെ ഗ്യാരണ്ടി. അവൻ വിരുന്നൊരുക്കുന്ന ദൈവമാണ്. ശ്രേഷ്ഠമായി എന്നെ പോറ്റി പുലർത്തുന്ന ദൈവമാണ്. അവൻ യാഗസദ്യ ഒരുക്കിയിട്ടുണ്ട്. അമേൻ, യാഗസദ്യ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ സഹോദരങ്ങളെ. അമേൻ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 31, 17, 9, 10, 17-ാം അധ്യായം 9, 10 വാക്യങ്ങളിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഏലിയാവിന് വേണ്ടി ഒരുക്കിയ ദൈവത്തിന്റെ കരുതലുകളെ കാണുവാൻ കഴിയും. കെരീത്ത് തോട്ടിനകത്തും സരപ്തയിലും ദൈവം ഒരുക്കി. അമേൻ. ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല. ദൈവത്തിന്റെ കരുതലുകളെ നമുക്കറിയാവുന്നതാണ്. അതിനകത്തുനിന്ന് കുറച്ച് ആത്മീയ മർമ്മങ്ങൾ പറയേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് സമയ ചുരുക്കം കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഞാൻ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ 9-ാം വാക്യം, 22-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം, അവിടെ യേശുവിന്റെ അടുക്കൽ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഞങ്ങൾ എവിടെ ഒരുക്കണം? ഞങ്ങൾ എവിടെ ഒരുക്കണം? ഞങ്ങൾ എവിടാ ഒരുക്കേണ്ടത്? യേശു ശിഷ്യന്മാരുടെ അടുക്കൽ പറയുക, നിങ്ങൾ എൻ്റെ അടുക്കൽ എന്താ ചോദിച്ചത്? നിങ്ങൾ എവിടെ ഒരുക്കണമെന്നല്ലേ?
ഞാനതിന്റെ മറുപടി പറയാം. 12-ാം വാക്യം, അവൻ വിരിച്ചൊരുക്കിയൊരു വൻമാളിക കാണിച്ചു തരും. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും. നിങ്ങൾ എവിടെ ഒരുക്കണമെന്ന് ചോദിച്ചില്ലേ? അവൻ നിങ്ങൾക്ക് മുമ്പാകെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വൻമാളിക കാണിച്ചു തരും. അവിടെ ചെന്ന് ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്യും. ഇന്ന് രാത്രി ഞാൻ അതിന്റെ മർമ്മത്തിലേക്ക് കയറുകയാണ്. യെരൂശലേമിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു പാവപ്പെട്ട മനുഷ്യൻ. പാവപ്പെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു സാധുവായ മനുഷ്യൻ. ആ മനുഷ്യൻ ഒരു ദിവസം പെസഹ അടുത്തു വന്നപ്പോൾ തൻ്റെ വീടിന്റെ മുകളിലത്തെ മുറിയിൽ ഭയങ്കരമായ പ്രിപ്പറേഷനാണ്. താനെല്ലാം ഒരുക്കുകയാണ്. ഭാര്യ ചോദിച്ചു, അച്ചായ ഇന്ന് പെസഹയ്ക്ക് അച്ഛൻ എന്താ ഇത്ര കാര്യമായിട്ടെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്? എടി, ഗുരു നമ്മുടെ ഇവിടെ ഇന്ന് പെസഹ കഴിക്കുന്നത്. അതിന് നിങ്ങൾ കർത്താവിനെ കണ്ടോ? നിങ്ങൾ ഈ പറയുന്ന ഗുരുവരെ യേശുവിനെ കണ്ടോ? അല്ലടി, എനിക്കൊരു എന്റെ മൈൻഡിനകത്തൊരു തോന്നലുണ്ട്, പുള്ളിക്കാരൻ ഇവിടെ വന്ന് പെസഹ കഴിക്കും. മനുഷ്യൻ, നിങ്ങൾ അയാളെ പോയി വിളിച്ചോ? അയാൾ ഇങ്ങനെ വലിയ ക്രൂസൈഡുകളൊക്കെ നടക്കുക. പുള്ളിക്കാരൻ തന്നെ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുക. കഫർണഹൂമിലല്ലേ പുള്ളിയുടെ വീട്. പുള്ളി ഇവിടെ വരുമെന്ന് നിങ്ങളുടെ അടുത്ത് ആര് പറഞ്ഞു? ഇല്ലടി, എന്റെ മനസ്സിനകത്തൊരു തോന്നലുണ്ട്. ആ 12 ശിഷ്യന്മാരുമായിട്ട് അവൻ അവൻ നമ്മുടെ അടുക്കൽ വരും പെസഹ കഴിക്കാൻ. പുള്ളിക്കാരൻ പോയി 12 പേർക്കുള്ള ബ്രെഡ് ഉണ്ടാക്കി, വീഞ്ഞുണ്ടാക്കി, 12 സീറ്റ് ഉണ്ടാക്കി. പിള്ളാരി എന്ന അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ, അമ്മച്ചി അപ്പച്ചൻ എന്താ ഈ കാണിക്കുന്നത്? ഇതെന്താ ഇന്നിവിടെ 13 കസേര ഇട്ടേക്കുന്നു, ആരാ ഈ 13 പേര്? അമ്മച്ചി പിള്ളേരുടെ അടുത്ത് പറഞ്ഞു, എന്റെ പൊന്നു മക്കളെ, ഞാൻ 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങേർക്ക് ഇതെന്തോ പറ്റിയെന്ന് എനിക്കറിയത്തില്ല, ആരാണ്ട് വരുമെന്നും പറഞ്ഞ് അങ്ങേര് ചെയ്യുകയാണ്. എല്ലാം ചെയ്തു. എല്ലാം ചെയ്തിട്ട് അവസാനം പറഞ്ഞു, എടി എല്ലാം ഞാൻ വീഞ്ഞു ഒരുക്കി, അപ്പം ഒരുക്കി, എല്ലാം ഒരുക്കി. അമ്മച്ചി ചോദിച്ചു, മനുഷ്യ ആരേലും വന്നോ? ആരും വന്നില്ല. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, കാല് കഴുകാനുള്ള വെള്ളമുണ്ട്, അത് ഞാൻ തോട്ടിൽ പോയി ആ വെള്ളവും കൂടെ പിടിച്ചിട്ട് വരാം. അപ്പം ഒരുക്കിയപ്പോ ആരും വന്നില്ല, വീഞ്ഞൊരുക്കിയപ്പോ ആരും വന്നില്ല. ഈ മനുഷ്യൻ കുടം എടുത്തോണ്ട് വെള്ളം കോരാൻ പോയി. പുഴവക്കത്ത് ആരെയും കണ്ടില്ല. കിണറ്റിലിറങ്ങി വെള്ളം എടുത്തു, ആരും കണ്ടില്ല. പക്ഷെ വെള്ളവും ചുമ്മിക്കൊണ്ട് വീടിന്റെ വാതിക്കലെത്തിയപ്പം പുറകെ വന്ന് 2 പേര് ചോദിക്കുക, അച്ചായ എവിടാ ഗുരു കഴിക്കുന്നേ? ഇദ്ദേഹത്തിന്റെ മനസ്സിലെ ആ സന്തോഷം എന്തുമായിരിക്കുമെന്നേ. അദ്ദേഹം പറഞ്ഞു, വാ, ഞാൻ മേളിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുക. എന്റെ സഹോദരങ്ങളെ, ചരിത്രം പറയുന്നത് ഇതേ മുറിയിലാണ് പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങിയതെന്ന. ഇതേ മുറിയിലാണ് പെന്തക്കോസ്തിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങിയത്. ഇന്ന് രാത്രി ഞാൻ അതിനകത്ത് 2 കാര്യം പറയാം. ഒന്ന്, എന്റെ സഹോദരങ്ങളെ, യേശു പറഞ്ഞു, എവിടെ ഒരുക്കണമെന്ന് നിങ്ങൾ വ്യാകുലപ്പെടണ്ട. നമ്മൾ ചെല്ലുവെന്ന് വിളിച്ചു പറഞ്ഞില്ലെങ്കിലും, നമ്മൾ ചെല്ലുവെന്ന് ഒരു ഇന്റിമേഷനും കൊടുത്തില്ലെങ്കിലും നമുക്ക് വേണ്ടി ഒരുത്തൻ ഒരുക്കും. ഇന്ന് രാത്രി നീ തിരിച്ചറിഞ്ഞാട്ടെ, നീ വിളിക്കുകയും വേണ്ട, പറയുകയും വേണ്ട, അന്വേഷിക്കുകയും വേണ്ട, ദൈവം നിനക്ക് വേണ്ടി ചിലരെ കൊണ്ട് ഒരുക്കിക്കും. അപ്പോൾ തന്നെ ഞാൻ അതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് പറയട്ടെ. ആ മനുഷ്യന്റെ ഭാഗത്ത് നിന്നൊന്ന് ഞാൻ പറയട്ടെ. ആ മനുഷ്യൻ വിശ്വാസത്തോടെ ചെയ്തു, ആരെയും കണ്ടിട്ടല്ല ചെയ്തത്. അമ്മേ, നമ്മളൊക്കെ ഒരു ഹോൾ എടുത്താൽ, നമ്മളൊക്കെ ഒരാൾക്ക് ഫുഡ് കൊടുത്താൽ, നമ്മളൊരു ഫാമിലിയെ വിളിച്ചാൽ നമ്മൾ പറയും, ഓ, ആ വീട്ടിലെ പിള്ളേരൊന്നും ഒത്തിരി ഒന്നും കഴിക്കത്തില്ല, അതുകൊണ്ട് ഇതെല്ലാം കൂടെ വെച്ചാൽ പിന്നിവിടെ ഇതെല്ലാം കൂടി ഇരുന്ന് അധികം ആവത്തേ ഉള്ളൂ. നമ്മൾ ആളിനെ നോക്കി, വെയിറ്റും നോക്കി, ഹൈറ്റും നോക്കി, വയറിന്റെ വലിപ്പം നോക്കി, ആൺപിള്ളേരാണോ പെൺപിള്ളേരാണോ ഇതെല്ലാം നോക്കിയാൽ നമ്മളൊരു 4 പേർക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതൊന്നും കാണാതെ ആ മനുഷ്യൻ വിശ്വാസത്തിൽ അങ്ങ് ചെയ്തു എല്ലാം. അവന്റെ ദൈവം മാനിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒന്നും കാണാതെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ, ഒന്നും കാണാതെ ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം അതിന് മാനിക്കും. അപ്പോൾ തന്നെ നിനക്ക് പരിചയമുള്ള ആരെയും നീ മുട്ടണ്ട, ദൈവം നിനക്ക് വേണ്ടി കരുതും. എനിക്കായി കരുതാമെന്നുരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല,
നിനച്ചിടുമ്പോൾ എനിക്കായി കരുതാമെന്ന് ഉരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല. നിനച്ചിടുമ്പോൾ എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും. ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഓ, എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും. ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുമെന്നുള്ളതെന്നല്ല, കരുതുന്നതാകയാൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും. ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ട് കൊടുവേ. അവൻ നമുക്ക് വേണ്ടി ഒരുക്കുമെന്ന് നിങ്ങൾ പറയരുത്, ഒരുക്കിയിട്ടുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.